ഇങ്ങനെ എനിക്കറിയാം ഞാൻ അടുത്തൊരു 20 വർഷം കഴിഞ്ഞാൽ ഞാൻ ശരിയാ, അത് ഞാൻ എപ്പോഴും പറയും. മനോരമ ഇതിലായിരുന്നു തോന്നുന്നു ഒരു ഇന്റർവ്യൂ, അത് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരികയും ചെയ്തു. ഞാനിങ്ങനെ മലയാള സിനിമയുടെ ഒരു അംബാസഡറെ പോലെ പലയിടത്തും അറിയണം, എൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങണം, നല്ല കഥകൾ, നല്ല ചിത്രങ്ങൾ, അത് ഓടുവോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ നല്ല പടങ്ങൾ എടുക്കണം, നല്ല പടങ്ങളിൽ അഭിനയിക്കണം. അത് ശരിയാ, അതിൽ പലതും ഒരു പരിധി വരെ ഇപ്പോഴും അവൻ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അടുത്തത് മല്ലിക അമ്മയും പൂർണിമ ചേച്ചിയും സുപ്രിയ ചേച്ചിയും കൂടി ഒരു പാചക മത്സരത്തിൽ പങ്കെടുക്കുന്നു. ആരായിരിക്കും 1ാം സ്ഥാനത്ത് എത്തുക? അമ്മ. മല്ലിക അമ്മ. അമ്മയുടെ മെയിൻ ഡിഷ് എന്താ? അല്ല, അങ്ങനെയല്ല, ഞങ്ങളൊക്കെ പാചകം വീട്ടിൽ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഈ കുട്ടികളൊക്കെ പഠിച്ചിറങ്ങിയപ്പോൾ തൊട്ട് അവരുടെ അമ്മ അച്ഛനും ഒക്കെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എഴുതിയെടുത്ത് ഉണ്ടാക്കുന്നത് മറ്റേ യൂട്യൂബിലെ റെസിപ്പി നോക്കി. എൻ്റെ അമ്മയൊക്കെ ഉള്ള കാലത്ത് റെസിപ്പി ഇല്ല, യൂട്യൂബും ഇല്ല, ഒന്നുമില്ല. അവിയൽ ഇങ്ങനെ ആയിരിക്കണം, അതിട്ടാൽ പച്ചയത്തക്കായത് നേരെ അത് കഴുകാതെ മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകി ഒന്ന് തിളപ്പിച്ച് ഊറ്റി കളഞ്ഞിട്ട് വേണം ഇടാൻ, ഇല്ലെങ്കിൽ അവിയൽ കറക്കും. ഇങ്ങനൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിഞ്ഞില്ല. ഞങ്ങളൊക്കെ അതുകൊണ്ട് എൻ്റെ അമ്മ നല്ലതായിട്ട് പാചകം ചെയ്യുന്ന ഒരാളായിരുന്നു. അത് കണ്ടും കേട്ടും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അമ്മയുടെ കയ്യിൽ നിന്നുള്ള ആ ഒരു കൈപുണ്യം ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഇപ്പം എന്തെങ്കിലും ഒരു നല്ലൊരു കറി ഉണ്ടാക്കാൻ പറഞ്ഞാട്ടെ, നിസ്സാരം ഒരു പായസം ഉണ്ടാക്കണേ പോലും പരുവം തെറ്റും പലർക്കും. അല്ലെങ്കിൽ പിന്നെ പുസ്തകം അല്ല അമ്മ അതെ വരട്ടിയിട്ടിടണോ അതോ ഇട്ടിട്ടോ ചോദിക്കും. അതുകൊണ്ട് പാചകം ഞാൻ തന്നെയായിരിക്കും. മല്ലികമ്മയുടെ സിഗ്നേച്ചർ ഐറ്റം എന്താ? സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയായിരുന്നു. എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ളത് എല്ലാം ഞാൻ ഉണ്ടാക്കും. കാരണം അതിൻ്റെ ഏറെക്കുറെ ഒരു ഇഷ്ടങ്ങൾ അതുപോലെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് സുഖേട്ടൻ. അതായത് അദ്ദേഹത്തിന് ചില ഇതുണ്ട്. ഇപ്പം മീൻകറി ഇറച്ചിയൊക്കെ വിട്ടാട്ടെ, രസം, തമിഴ്നാട് രസം, കുറച്ച് പരിപ്പൊക്കെ ഇട്ട് വേവിച്ച് അതിനകത്ത് കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചതച്ചിട്ട് അങ്ങനെ ഒരു മണം ഉണ്ടല്ലോ, നിറച്ച് മല്ലിയിലൊക്കെ ഇട്ട്, അത് തന്നെ വേണം അദ്ദേഹത്തിന്. മീൻകറി ഇന്നതുപോലെ തന്നെ വേണം. ആ ഒരു റെസിപ്പി ഒന്ന് പറയും, മല്ലികമ്മയുടെ സിഗ്നേച്ചർ മീൻകറിയുടെ റെസിപ്പി. കാരണം നമ്മൾ ഞാൻ 2-3 തരത്തിലുണ്ടാക്കും. ഈ ഫിഷ് മോയിലി എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഫിഷ് മോളി എന്ന് പറയും. വെളിയിലൊക്കെ എനിക്ക് ഹോട്ടൽ നടത്തിയോണ്ടാണ് അവരുടെ പറയുന്നത് ഫിഷ് മോയിലി മൊയി ആണത്. അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും ഇവർക്കൊക്കെ പരുവം തെറ്റാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മോളെ, അത് തേങ്ങാപ്പാലും ടൊമാറ്റോ ജ്യൂസും ആണ് അതിന്. സവാളയൊക്കെ വഴറ്റി അത് ഞാൻ വരികയാണെ ഉണ്ടാക്കി തരാം, ഇതെല്ലാം കൂടെ പറയുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വലിയ ഇഷ്ടമാണ്. അത് പിന്നെ ഈ പറഞ്ഞിട്ട് എന്താ പറയുക, നമ്മുടെ ചിക്കൻ സ്റ്റൂ, കുറച്ച് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് വെളുത്ത കളറിലുള്ള സ്റ്റൂവും അപ്പവും കൂടെ എൻ്റെ 2 മക്കൾക്കും വലിയ ഇഷ്ടമാണ്. അത് ഇടിയപ്പം ആയാലും അപ്പം ആയാലും അത് ഇഷ്ടം. പിന്നെ വേറൊരു കാര്യം, കുറച്ചൊരു വലിയ പ്രോൺസ്, അത് വെറുതെ പ്രോൺസ് തനിയെ ഇച്ചിരി കുരുമുളകും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു മസാല പോലെ പെരണ്ടിരിക്കും. ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നിട്ട് നാളെ എൻ്റെ ഇവിടെ ആയിരിക്കുന്ന എൻ്റെ വീട്ടിൽ ദീപിനോട് ചോദിച്ചറിയാം. നമ്മുടെ ഇന്ദ്രൻ്റെ 2ാമത്തെ മോള് വന്നപ്പോൾ ഞാൻ രാത്രിയിൽ എനിക്ക് ഹെവി ആയിട്ട് ഞാൻ ഈ മീൻ ഇറച്ചൊന്നും കഴിക്കുന്നില്ല. അപ്പം ചൂടായിട്ട് കനം കുറഞ്ഞ ദോശ വേണം, എന്തെങ്കിലും ചമ്മന്തി. അപ്പം അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ അമ്മയുടെ ഒരു സംഭവമുണ്ട്, ഈ വറ്റൽ മുളക് ചുട്ടിട്ട്, ചുവന്ന മുളക്, ചെറിയ ഉള്ളി, കരിവേപ്പില, ഒരു ശക്കല പുളി ഇടുന്ന അറിയത്തില്ല, അരച്ചിട്ട് ഇത് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കും. അപ്പം ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം മോള് പറഞ്ഞു, അമ്മൂമ്മ എന്തുവാ കഴിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഇച്ചിരി ചോറിഞ്ഞിട്ട് എന്നിട്ട് നോക്കിക്കോ, നീ ഒരൊറ്റ ഉരുളൊക്കെ തിന്നുമ്പോൾ നിനക്ക് എരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വായിൽ വെച്ച് കൊടുത്തു. എൻ്റെ പൊന്നു മോളെ, ഇവരൊക്കെ കൂടെ ചിരിയായിരുന്നു. അവൾ പിന്നെ കാസറോളിൽ നിന്ന് ഒരൊറ്റ ചട്ടുകൻ ചോറിട്ട്, എന്തുവാ അച്ഛാ ഇതൊന്ന് തിന്നു നോക്കാം ചണ്ണ ഇന്ദ്രൻ്റെ പറച്ചില്ലേ, ഇങ്ങനെയൊക്കെ തീറ്റിച്ചതിനടി ഞാനൊക്കെ ഈ തടിയായത്. അപ്പൊ ഒന്നുമില്ല, അവൾക്ക് മനസ്സിലായില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അവൾക്ക് ഇച്ചിരി എരി ഇഷ്ടമാണ്, പക്ഷെ ഇത് വെറും മുളക് ചമ്മന്തിയും ചോറുമാണെന്നൊന്നും നക്ഷത്രയ്ക്ക് മനസ്സിലായില്ല. എന്തോരം നല്ല കറിയുന്നു. അങ്ങനെ ഈയിടയ്ക്കായപ്പോ 2 ആഴ്ചയായിട്ടുള്ളൂ. ഓക്കെ, അടുത്തത് പാചകത്തിന് 1ാം സ്ഥാനം മല്ലികാമ്മയ്ക്കാന്ന് പറഞ്ഞു. ഇനി വാചകത്തിനാണെങ്കിലോ? അയ്യോ, വാചകം 3 ഭാഷയാണ്, ഒന്ന് ഹിന്ദി, ഒന്ന് മറ്റേ മലയാളവും ഇംഗ്ലീഷും കൂടെ കലർന്ന്. ഞാൻ ശുദ്ധ മലയാളം, അതുകൊണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഗ്രേഡ് എങ്ങനെ കളകാം. അല്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ വാചകങ്ങൾ അവരുടേതായ ഇന്റർവ്യൂവിലായിരിക്കും കൂടുതലും അവർ പ്രയോഗിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഞാനാണല്ലോ അമ്മ, ഞാൻ പറയും, അവർ കേൾക്കും, അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നില്ല. അതൊരു വാചകം എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഗ്രേഡിങ് ചെയ്യാനുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാറാണ് നിങ്ങൾ 3 പേരും കൂടിയാ?
സംസാരിക്കുന്ന ഞാനും പൂർണ്ണിമയും കൂടെ ആയിരിക്കും. സുപ്രിയ വളരെ കുറച്ചേ സംസാരമുള്ളല്ലോ. എല്ലാവരുമായിട്ട് ചിരിക്കാനും കളിക്കാനും കൂടുമെന്നല്ലാതെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത് പൂർണ്ണിമയുമായിട്ടാണ്. അതിൻ്റെ ഒരു കാര്യമുണ്ട്, ആദ്യം വന്ന മരുമോളും കൂടെയാണ്. അപ്പോൾ കുറച്ചൊരു മൂത്ത മകളുടെ സ്ഥാനം അദ്ദേഹത്തിന് തന്നെയാണ്. അതല്ല, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഫാമിലിയിൽ ഒരു ഗെറ്റ് ടുഗെദർ ആണ് എന്ന് വെച്ചോ, അപ്പൊ നിങ്ങളുടെ ലൈക്ക് ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തായിരിക്കും? സിനിമയെ പറ്റിയാണോ അതെയോ? സിനിമ വളരെ കുറവായിരിക്കും. സിനിമ കുറവാണ്. കാരണം സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഇത് തന്നെ പറഞ്ഞിട്ട് നമുക്കും തോന്നും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടേ പറയാന്നൊക്കെ. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റീസ് സ്കൂളിൽ, പിന്നെ ഇവരെവിടെങ്കിലും പോകുമ്പോൾ നടക്കുന്ന തമാശകൾ, അപ്പൊ പല അതാൾ ഇന്നേരം പറഞ്ഞു ഗുരുവായൂരും തൊഴാൻ പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഭഗവാൻ. അപ്പൊ ഗുരുവായൂർ ഞാൻ ഈ വല്ലപ്പോഴും ഒക്കെ പോവുകയും എനിക്ക് പോറ്റിമാരെയൊക്കെ നല്ല പരിചയമായി. ഞാൻ മിക്കവാറും ഒരു എല്ലാത്തിനും അവിടെ പോയി തൊഴുന്ന ഒരാളാണ്. അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ പോലും എൻ്റെ എല്ലാ വഴിപാടുകളും അവിടെ നടത്തിച്ചിരിക്കും. അങ്ങനെ ഇന്ദ്രനും പൂർണ്ണിമയും കൂടെ പോയപ്പോൾ ഇന്ദ്രൻ പറയുന്നു പ്രസാദമൊക്കെ തരുന്നുണ്ട് എല്ലാവരും ഉണ്ട്, പക്ഷെ കാണുന്നവരൊക്കെ എൻ്റെ മുഖത്തോട്ട് അമ്മ എന്ത് ചെയ്യുന്ന ചോദിക്കും. ഞാൻ പറഞ്ഞാ വല്ലപ്പോഴും ഒക്കെ ഭഗവാനെ പോയി കാണാം. പക്ഷെ ഇന്ദ്രൻ പോകും കേട്ടോ, ഇന്ദ്രൻ പോകും. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു എല്ലാവരും അമ്മയെ തന്നെ ചോദിക്കുന്നത്, അമ്മ എവിടെ, അമ്മ എവിടെ. ഇത് തന്നെ തിരുവനന്തപുരത്തും ഞാൻ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയാലും മറ്റേ എന്താ പറയുക കരിക്കകത്ത് ക്ഷേത്രത്തിൽ പോയാലും ഇങ്ങനെ കുറേ അമ്പലങ്ങൾ പതിവായിട്ട് ഞാൻ എനിക്ക് അതുകൊണ്ട് തിരുവനന്തപുരത്ത് പോയി നിൽക്കാനാണ് എനിക്ക് ഇഷ്ടം. എൻ്റെ ചേച്ചിയുണ്ട് അവിടെ. ഞങ്ങൾ ഈ പതിവ് അമ്പലങ്ങളൊക്കെ വല്ലപ്പോഴും ഒന്ന് പോകാനും എടുക്കാനും ഒക്കെ പറ്റി. ഈ കാൽവേദന വന്നതിന് ശേഷമാണ് അങ്ങനെ ഈ കുറച്ച് പോക്കിൻ്റെ എണ്ണം കുറഞ്ഞു. മറ്റേ ചൊവ്വ വന്നാലും വെള്ളി വന്നാലും ഒക്കെ പോകുന്ന ആളാണ് ഞാൻ. ഏതായാലും ഈ പറഞ്ഞതുപോലെ അപ്പോൾ അതുകൊണ്ട് നമ്മളെക്കുറിച്ച് അന്വേഷിക്കാത്തവരാരുമില്ല. എനിക്കതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത്. എന്നെ ആരെങ്കിലും ഒന്ന് ട്രോൾ ചെയ്ത് ആര് ചേച്ചി എന്ന് പറയുമ്പോൾ ഞാൻ കറക്റ്റ് അതിൻ്റെ ഫേക്ക് ഐഡിയ ആണെന്നുള്ളത് ഞാൻ ഈ ചോദിക്കുന്നവർക്ക് അയക്കുന്നുണ്ട്. അത് ശരി, ഇതാണല്ലേ അതിന്റെ റൂട്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കൂടുമ്പം ഒരു സിനിമ കാണുമെന്ന് ഏത് സിനിമയായിരിക്കും കൂടുതൽ കാണാറ്? ലൈക്ക് സീരിയസ് മൂവിയാണോ അല്ലെങ്കിൽ ഒരു തമാശയാണോ? എങ്ങനത്തെ നിങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഇരിക്കുവെന്ന് വെച്ചോ, നിങ്ങൾ ഒരു കാലത്ത് സിനിമ കാണത്തില്ല. 2.5 മണിക്കൂർ മിണ്ടാതിരിക്കാനോ എന്ന് ചോദിക്കും. അപ്പോഴും എൻ്റെ പൊന്നെ, ഈ 2.5 മണിക്കൂറുണ്ട് ഞങ്ങളിത് തിരിച്ചു വെക്കും ഈ വീട്, കൊച്ചുമക്കളും ഞങ്ങളും എല്ലാവരും കൂടെ. അപ്പൊ അതുകൊണ്ട് സിനിമകളെ കുറിച്ച് അങ്ങനില്ല. അത് ഇന്ദ്രനാണെ രാത്രിയില്ല, ഒരു ഹോം തിയേറ്ററും കാര്യങ്ങളും ഉണ്ട്, രാജുവിനും ഉണ്ട്. ഈ എന്താ പറയുക ക്യൂബ് വഴി വരുന്ന സിനിമയൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ രാജു കാണുന്ന കാണാം. ഞാൻ പിന്നെ പടം കാണുന്നത് എല്ലാവരും നല്ലതാന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ പോയി കാണും. അല്ലാതെ ഇപ്പൊ ഒരുപാട് പടങ്ങൾ റിലീസ് ചെയ്ത് എല്ലായിടത്തും കൂടെ പോയെന്ന് വയ്യ പറയൂ. ഞാൻ തന്നെ എനിക്ക് തപ്പിപ്പോവും. ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് കാറിൽ ഇവിടെ വരെ വരുമ്പോൾ ഒരുപാട് പേരുകൾ. അപ്പൊ ഞാൻ ചോദിക്കും ഇത് സിനിമയാണോ? അതെ. എന്തൊക്കെയോ സിനിമ എന്നാ അപ്പൊ നമ്മൾ അറിയുന്നില്ല ഇങ്ങനെ കുറെ സിനിമകൾ വന്നിട്ടുണ്ട്. അത് എല്ലാ തിയേറ്ററിലും 1 ഷോ 2 ഷോ ഒക്കെയാണ്. അത് ഞാൻ പല ഇന്റർവ്യൂവിലും ഞാൻ പറയുന്നുണ്ട്. ഇവിടുത്തെ നിർമ്മാതാക്കളുടെ സംഘടന അത് നിങ്ങളൊക്കെ കാര്യമായിട്ടൊന്ന് പറയണം. പണ്ട് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ആഴ്ചയിൽ ഒരു 2 സിനിമ, എന്തോ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ചവറ് പോലെ ഒരാഴ്ചയിൽ 10 പടം ഇറങ്ങിയാൽ 10,000-15,000 ശമ്പളത്തിൻ്റെ കട്ട് BPF ഒക്കെ പിടിച്ചതിന് ശേഷം കിട്ടുന്ന ശമ്പളത്തിൽ എത്ര പടം കാണും മനുഷ്യൻ? ഇതിനൊക്കെ വ്യവസ്ഥ വേണ്ടേ? അതാണ് ഈ പ്രൊഡ്യൂസർമാർക്ക് നഷ്ടം വരുന്നത്. ഒന്നുമില്ല, എടുക്കുന്നതെല്ലാം കൊണ്ടങ്ങ് ഇറക്കിക്കൊള്ളാം. ഇവിടെ 1 ഷോ, അവിടെ 2 ഷോ, മറ്റിടത്ത് 3 ഷോ. ചില പടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് അഭിനയിക്കുന്നവരടക്കം ഉത്സാഹിച്ച് OTT എന്നും ഓവർസീസ് റൈറ്റ് എന്നും മറ്റേതെന്നൊക്കെ പറയും, വിറ്റെങ്കിലും കാശുണ്ടാക്കും. ഇത് അത്ര പെട്ടെന്ന് അതിന് ശ്രമിച്ചാൽ നടക്കാത്ത പടങ്ങളുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങളാണ് കഷ്ടം. അതൊക്കെ ഞാൻ പറയുന്നത് നിർമ്മാതാക്കൾ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ. ഇപ്പം എൻ്റെ മക്കളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പം അവർ ശരിപ്പോട്ടെ, എത്ര കൊച്ചു പടങ്ങൾ. എനിക്ക് ഇത് കണ്ടപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ വീശിയത് എന്തോ നാടകമാണോ സിനിമയാണോ, കാരണം ഈ പേര് അതിന് തലേദിവസം വരെ നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനത്തെ കൊണ്ടിറക്കരുത്. അത് ആ കാശ് മുടക്കുന്നവർക്ക് അതൊരു വിഷമമായിരിക്കും. മല്ലിക അമ്മയെ ബിഗ് ബോസ് ഷോയിലേക്ക് വിളിച്ചാൽ വീട്ടിൽ നിന്നും ഉറപ്പായും ഒരു സാധനം കൊണ്ടുപോകാൻ അനുവദിച്ചേ പറ്റൂ എന്ന് ഡിമാൻഡ് വെക്കുന്ന ഒരു സംഭവം എന്തായിരിക്കും? വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനോ? ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഇടയ്ക്ക് കുറിക്കാനൊക്കെ വേണം എനിക്ക്. അല്ല അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ ഉണ്ടാക്കി തിന്നൊന്നും പറഞ്ഞാൽ എനിക്ക് നടക്കില്ല. അമ്മ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ ബിഗ് ബോസ്? ഇല്ല പൊന്നേ. പോവാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. അത് കൊച്ചു പിള്ളേർക്ക് കളിക്കാനേ പറ്റും. അല്ലെങ്കിൽ ബിഗ് ബോസ് അങ്ങനെ വെക്കട്ടെ, ബിഗ് ബോസുകാര് മദേഴ്സ് ഡേ പ്രമാണിച്ചിട്ടൊരു സ്പെഷ്യൽ എപ്പിസോഡ് വെച്ചാൽ പോവാം. അല്ലാതെ ഈ പിള്ളേരോട് ഈ കിടന്ന് കളിക്കുന്ന എന്തോന്നാ അത്? ഭയങ്കര അടിയും പിടിയും വഴക്കും കണ്ണടച്ച് കിടക്കുന്നത് അത് കുറെ പേര് മാസങ്ങളോളം ട്രോള് മറ്റേത് മറിച്ച് അതല്ലേ.
പിന്നെ അത് കഴിഞ്ഞ് അതിനകത്ത് നടക്കുന്ന അടി, ഇതെല്ലാം ഈ ലോകത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു അനുവിൻ്റെ അടുത്ത്, ഞാൻ ചോദിച്ചു നീയൊക്കെ എന്താ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പ്രതികരിക്കുന്നത്? അമ്മ അതെല്ലാം ഒരു കണ്ടന്റിന്റെ ഭാഗമാണ്. നമ്മൾ ഏത് കണ്ടന്റ്? അവര് പറയുമോ നിങ്ങൾ തമ്മിൽ തെല്ലിക്കുമോ എന്നങ്ങ് പറയുമോ? അല്ല അമ്മ, ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു ഇങ്ങനെയൊക്കെ. എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് അതിൻ്റെ ഒരു ചോദിച്ചൊന്ന് മനസ്സിലാക്കണം എന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ബേസിക് വൺ ലൈൻ എന്നുള്ളത് അധികം ഇപ്പോഴും അറിഞ്ഞുകൂടാ. ഞാൻ കാണുന്നതൊക്കെ ഈ റീലും പരസ്യങ്ങളും ഒക്കെയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാം കൊച്ചു പിള്ളേർ തമ്മിലിടി പോടാ ഒക്കെ വിളിക്കും. നമ്മള് എൻ്റെ കൂടെ നിൽക്കുന്നവരെ പോലും ഞാൻ പേരല്ലാതെ എടാ വാടാ പോടാന്ന് ഞാൻ വിളിച്ചിട്ടേ ഇല്ല. അപ്പം എനിക്കത് കാരണം അയ്യോ ഈശ്വര, ഈ പിള്ളേരെയൊക്കെ ആൺപിള്ളേരെടുത്തിട്ട് ചവിട്ടുമോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പം അത് കാരണം എനിക്ക് അതിൻ്റെ എന്താണെന്നുള്ളത് അതിന് പോയിട്ടുള്ളവരൊക്കെ അറിയുള്ളൂ. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. എനിക്ക് പോകാൻ വലിയ താല്പര്യം. ഞാൻ പറഞ്ഞില്ലേ, അമ്മമാർ മാത്രമാണെങ്കിൽ ഞങ്ങൾ പോവാം, അല്ലാതെ പിള്ളേരുടെ കൂടെ ഒരിക്കലും ഇല്ല. മല്ലികാമ്മ എനിക്ക് തോന്നുന്നു ഭയങ്കര പീസ് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലേ ലൈഫിൽ. തീർച്ചയായിട്ടും അതെ. എനിക്കതാണ് ഇഷ്ടം. കാരണം ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഒഴിവുള്ള സമയങ്ങളിൽ എനിക്ക് ഒരുവിധപ്പെട്ട ഞാൻ എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഭഗവാനെ സങ്കല്പിച്ചിട്ടുള്ള നാമജപങ്ങളൊക്കെ എനിക്ക് കാണാതറിയാം. അപ്പം അത് കേൾക്കെ പറയണമെന്നില്ല. നമ്മൾ രാവിലെ ഉള്ളത് ചുമ്മാതിരിക്കുമ്പോഴും നമുക്ക് നാമം ചൊല്ലാം, സന്ധിക്കും പറയാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതൊക്കെയാണ് എനിക്കൊരു കൂടുതൽ. പിന്നെ ഇതിനകത്തൊക്കെ വരുന്ന നല്ല കാര്യങ്ങളുണ്ട്. ഈ ട്രോളല്ല, അതൊക്കെ ഞാൻ നോക്കാറേ ഇല്ല. പക്ഷെ നല്ല ആൾക്കാരുടെ ചില പ്രസംഗങ്ങൾ, അതിപ്പോൾ എല്ലാ പാർട്ടിക്കാരും അതെ കേട്ടോ. ഞാനിപ്പോൾ തന്നെ ഈ പറയുന്നതിൻ്റെ കൂട്ടായി ഇവർ പറയും സംഖ്യ എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിൽ തന്നെ ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ നമുക്കറിയാം അത് എല്ലാം ചെറുപ്പക്കാരാണ്. എന്നാലും അവരൊക്കെ പുസ്തകം വായിച്ചിട്ടുള്ളവരാന്ന് അവരുടെ ഭാഷ കേട്ടാൽ അറിയാം. അതാണ്, അത് പെട്ടെന്ന് സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അടിയുണ്ടാക്കാൻ നടക്കുന്നവനും അറിവ് കൊടുക്കാൻ നടക്കുന്നവനും തമ്മിൽ ആനയാടും പോലത്തെ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പം അതാണ് നമ്മളൊക്കെ കണ്ടുപഠിക്കേണ്ടത്. വായിക്കണം, വായനാശീലം വേണം. അതിനെക്കുറിച്ച് ഒരു കാര്യം ചോദിച്ചാൽ അത് അന്തസ്സായിട്ട് മറുപടി പറയാൻ പറ്റും. അതിൽ വികാരം കൊണ്ടിട്ട് കാര്യമുണ്ടോ? അതല്ല അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കും. കഴിയുന്നതും എല്ലാവരും ചോദിക്കും എറണാകുളത്ത് വന്നാലും അവിടെ കണ്ടില്ലല്ലോ. ഇപ്പം ഞാൻ ഏറ്റവും കുറവ് പരിപാടിക്ക്. പിന്നെ ചില മാധ്യമ സുഹൃത്തുക്കളെന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതലേ ഞാനുമായിട്ട് സഹകരിക്കുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില പത്രങ്ങളുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള, ഞാനൊരു വലിയ പത്രം ഗ്രൂപ്പുണ്ട് കേരളത്തിൽ, ഫ്രണ്ട്സ് ആൻഡ് ഫോഴ്സ് എന്നും പറഞ്ഞിട്ട്. അവരാണ് എനിക്ക് 50 വർഷം തികഞ്ഞപ്പോൾ ആദ്യത്തെ സ്വീകരണം തരുന്നത്, മല്ലികാ വസന്തം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഞാൻ സിനിമാക്കാരെ നമുക്ക് തരുന്നത് സംശയമാണ്, തരാൻ വഴിയില്ല. പിന്നെ അതുകൊണ്ട് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ അവരൊക്കെ എന്നെ അങ്ങനെ ഒരു പഴയ ചേച്ചിയായിട്ടും ആൻറ്റി ആയിട്ടും ഒക്കെ കാണുന്നവരുണ്ട്. അതൊക്കെ പോരെ, എന്നും വൈകുന്നേരം ഒരു സാരി എടുത്തുകൊടുത്ത് എങ്ങോട്ടാണ് ഈ തെണ്ടാൻ പോകുന്നത്? അല്ല ഇപ്പം പിന്നെ അത് കൂടാതെ ഏതാണ്ട് ഒരു സംഭവം ഉണ്ടല്ലോ, കൊളാബോ, എന്താണ് പ്രൊമോഷൻ അല്ലേ, കൊളാബ് എന്തോ ആയിരിക്കാം. ഇപ്പം ഈ സൗന്ദര്യവർദ്ധനവിനായിട്ട് അപ്പോൾ ഒരുപാട് പേര് ഒരുപാട്. പക്ഷേ ഞാൻ 8-10 വർഷം ഞാൻ ഖത്തറിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ ഞങ്ങളൊക്കെ അന്ന് പരമാവധി വാങ്ങിക്കുന്നത് വെച്ചാൽ ഭയങ്കര ചൂടാണ്, ഒരു 50+ ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ SPF ഉള്ള ഒരു ടാൻ വരാതിരിക്കാനുള്ള സൺക്രീമൊക്കെ വാങ്ങിച്ചിടും. ഇപ്പം പിന്നെ വെളുപ്പിക്കണോ കറുപ്പിക്കണോ മറ്റേ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ കൊളാബ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോഴും നല്ല പ്രായത്തിലാണെങ്കിൽ നമുക്ക് നോക്കാം, ഇനിയിപ്പം ഈ വയസ്സുകാലത്ത് ഒന്നും വേണ്ട, നിങ്ങൾ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ അതൊക്കെ അങ്ങ് ചെയ്യും എന്ന് പറയും. ഞാൻ എന്ന് പറയുന്ന പോലെ കാലം മാറും തോറും പല പല അപ്രോച്ചുകളാണ് ഇപ്പോൾ ഓരോന്നിനോടും. അതുമായിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. കാരണം അതുകൊണ്ടല്ല, അത് ജനറേഷൻ്റെ ഒരു വ്യത്യാസം കൊണ്ടാണ്. ചെറുപ്പക്കാർ വരുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മാറും. ഞാൻ എന്നും പറഞ്ഞ് വേണമെങ്കിൽ അതനുസരിച്ച് എനിക്ക് നീങ്ങാം. പക്ഷേ അതിനെന്നെ കിട്ടത്തില്ല. ഞാൻ എൻ്റേതായ ഒരു വഴിയിൽ സമാധാനമായിട്ട് വീട്ടിൽ കുത്തിയിരുന്ന് എല്ലാ കാര്യങ്ങളും നോക്കും. മക്കളുടെ കാര്യവും കൊച്ചുമക്കളുടെ കാര്യം. എനിക്ക് ഒരുപാട്, എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിവിടെ മാത്രമല്ല, ഞങ്ങൾക്കൊരു വലിയ ഗ്രൂപ്പുണ്ട്. ഞാൻ പഠിച്ചിരുന്ന കോളേജിലും കോട്ടൺ ഹിൽ സ്കൂളിലുമായിട്ട്, കൂൾ ലീഡേഴ്സും കൂൾ ഗേൾസും രണ്ട്. അപ്പം അത് ഞങ്ങൾ അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. ഞാൻ പറയും ആ സ്ഥലങ്ങൾ തന്നെ ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. അയർലൻഡ്, ഗൾഫ്, ഒരുപാട് സ്ഥലങ്ങൾ, UK ഒരുപാടുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും ഞാൻ നിരന്തരം ഞങ്ങളിങ്ങനെ ഈ ഗ്രൂപ്പിൽ കൂടെ അല്ലാതെയൊക്കെ ബന്ധപ്പെടുന്നവർ. അപ്പോൾ ആ ഒരു സുഹൃത്ത് ബന്ധം കളയാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നാരുടെ മകള്, ഇന്നാരുടെ ഭാര്യ, ഇന്നാരുടെ സഹോദരി, എൻ്റെ ചേട്ടനെ അറിയാത്തവരായിട്ട് ആരുമില്ല. അപ്പം അതൊക്കെ ഒരു വലിയ മേൽവിലാസങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പം നമ്മൾ അതിൻ്റേതായ ഒരു രീതിക്ക് പോകുന്നതല്ലേ നമ്മളുടെ ഒരു പാരമ്പര്യം അനുസരിച്ചൊരു മാന്യത എന്ന് പറയുന്നതാണ്. അത്രയേ ഉള്ളൂ കാര്യം.